സിനിമകൾക്ക് മിക്കപ്പോഴും വ്യൂവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, പ്രത്യേകിച്ച് മോട്ടിവേഷണൽ അല്ലെങ്കിൽ ഇൻസ്പിറേഷണൽ മൂവീസിന്. അപ്പോൾ ഈ മൂവീസ് കാണുമ്പോൾ ചില ആൾക്കാരുടെ ഉള്ളിലെങ്കിലും ഒരു ഹോപ്പ് ഉണ്ടാവും, ഇനിയും മുന്നോട്ട് തന്നെ പോകാൻ പ്രേരിപ്പിക്കുന്ന ഇതുപോലെയുള്ള നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട 5 മോട്ടിവേഷണൽ മൂവീസ് ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഒട്ടും സമയം കളയാതെ ദിസ് ഈസ് ബിഞ്ച് വാച്ചർ ആൻഡ് ലെറ്റ്സ് റോൾ ഇൻടു ദ വീഡിയോ. ആദ്യ സിനിമയാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ്. 2006 റിലീസായ ഈ സിനിമ സാമ്പത്തികമായി മോശം അവസ്ഥയിലൂടെ പോകുന്ന ഒരു അച്ഛന്റെയും മകന്റെയും കഥയാണ് പറയുന്നത്. കിടക്കാനൊരു ഇടം പോലും ഇല്ലാതെ ജീവിതത്തോടെ പോരാടുന്ന ഈ അച്ഛൻ ഒരു ബ്രോക്കറേജ് കമ്പനിയിൽ ജോലി നേടാൻ നോക്കുന്നതും ജീവിതം തിരിച്ചു പിടിക്കുമോ ഇല്ലയോ എന്നതുമൊക്കെയാണ് സിനിമയുടെ പ്ലോട്ട്. മോട്ടിവേഷണൽ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ലിസ്റ്റിൽ കോമൺ ആയി വരുന്ന ഒരു സജഷൻ ആണിത്. റിയൽ ലൈഫിലെ അച്ഛനും മകനുമായ വിൽ സ്മിത്തും ജേഡൻ സ്മിത്തും ആണ് സിനിമയിൽ മുഖ്യ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. കുറെ അധികം ഇമോഷണൽ സീൻസ് ഒക്കെ ഉള്ള കാണുന്ന പ്രേക്ഷകന് തകർച്ചയിൽ നിന്നും ഉയർന്നു വരാം എന്ന് കാണിക്കുന്ന സിനിമ കൂടിയാണിത്. ക്രിസ് ഗാർഡനർ എന്ന ആളുടെ സ്റ്റോറിയെ ബേസ് ചെയ്താണ് സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ സിനിമയാണ് ടോയ്ലറ്റ് ഫെയിൽ. കഴിഞ്ഞ വർഷം, അതായത് 2023 മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ആളുകൾ സജസ്റ്റ് ചെയ്യുകയും റീച്ച് കിട്ടുകയും ചെയ്ത ഒരു മൂവിയാണിത്. ആക്ച്വലി ഇതൊരു ഹിന്ദി മൂവിയാണ്. കൂടാതെ IPS ഓഫീസർ മനോജ് കുമാർ ശർമ്മയുടെ ലൈഫ് സ്റ്റോറി ബേസ് ചെയ്താണ് ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഫീസറോട് നമുക്ക് ഭയങ്കര ബഹുമാനമായി പോകും. ചമ്പാലിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും IPS ഓഫീസർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നതും അദ്ദേഹം IPS ഓഫീസർ ആവുന്നതിനിടയിൽ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടും ഒക്കെയാണ് ഈ സിനിമ കാണിക്കുന്നത്. ഇതൊരു മസ്റ്റ് വാച്ച് സിനിമയാണ്, തീർച്ചയായിട്ടും കണ്ടു നോക്കുക. തേർഡ് മൂവിയാണ് ലയൺ. 2016 റിലീസായ ഈ മൂവി ഒരു ട്രൂ സ്റ്റോറിയാണ്. ചെറുപ്പത്തിൽ ഇന്ത്യയിലെ കുഗ്രാമത്തിൽ നിന്നും മിസ്സിംഗ് ആവുന്ന പയ്യനെ ഒരു ഓസ്ട്രേലിയൻ കുടുംബം ദത്തെടുക്കുകയും ശേഷം അവൻ വലുതാവുമ്പോൾ അവന്റെ അമ്മയെ കണ്ടുപിടിക്കാൻ നോക്കുന്നതൊക്കെയാണ് സിനിമ നമ്മളോട് പറയുന്ന കഥ. ഈ സിനിമ എങ്ങനെ മോട്ടിവേഷണൽ മൂവി ആകുന്നു എന്ന് ചോദിച്ചാൽ, സ്വന്തം ലൈഫിലെ ഇമോഷണൽ ഗോൾസിനെ അച്ചീവ് ചെയ്യാനാണ് നായകൻ നോക്കുന്നത്. ഒരു കരിയർ ഗോളിൽ മാത്രമല്ല മോട്ടിവേഷൻ വേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഒരു സിനിമയാണിത്. കുറെ ഡീപ്പായ സീൻസ് ആൻഡ് ട്രാൻസിഷൻസ് നിങ്ങൾക്ക് ഈ സിനിമയിൽ കാണാം. മോട്ടിവേഷൻ തരുന്ന സിനിമകളിലൂടെ സ്ഥിരം ശൈലിയിൽ നിന്നും മാറി നിൽക്കുന്ന സിനിമയാണ് ലയൺ. നായകന്റെ കുട്ടിക്കാലം അഭിനയിച്ച പയ്യൻ നല്ല പ്രശംസ അർഹിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഫോർത്ത് മൂവിയാണ് ഒക്ടോബർ സ്കൈ. 1999 ഇറങ്ങിയ ഈ സിനിമ റോക്കറ്റ് സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു പയ്യന്റെ കഥയാണ് പറയുന്നത്. പക്ഷെ അവന്റെ അച്ഛന് അത് ഇഷ്ടമല്ല. അവന്റെ അച്ഛന്റെ മനസ്സിൽ തന്നെ പോലെ തന്നെ തന്റെ മകന് ഒരു കോൾ മൈനിൽ വർക്ക് ചെയ്യണം എന്ന് അയാൾ ആഗ്രഹിക്കുന്നു. അപ്പൊ അച്ഛന്റെ ആഗ്രഹവും അതിനിടയിൽ തന്റെ ഇഷ്ടപ്പെട്ട റോക്കറ്റ് സയൻസും എല്ലാം കൂടെ എങ്ങനെ ഈ പയ്യൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നതും, അതുപോലെ തന്നെ ഹോമർ എന്ന ഈ പയ്യൻ റോക്കറ്ററിയിൽ ഒരു ഫ്യൂച്ചർ കണ്ടുപിടിക്കുമോ എന്നതും ഒക്കെയാണ് സിനിമയുടെ കഥ. പഴയ സിനിമ ആയതുകൊണ്ട് തന്നെ വിഷ്വലി ക്വാളിറ്റി ഒന്നും അത്ര ഉണ്ടാവില്ല, പക്ഷെ അതുപോലെയല്ല സ്റ്റോറിയുടെ ക്വാളിറ്റി. നല്ല സ്റ്റോറിയുള്ള ഒരു ഇൻസ്പയറിംഗ് മൂവിയാണ് ഒക്ടോബർ സ്കൈ. ജേക്ക് ജിലൻഹാൽ ആണ് സിനിമയിലെ പയ്യനായ ഹോമർ എന്ന കഥാപാത്രം അഭിനയിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൂവിയാണ് ഷോഷാങ്ക് റിഡംഷൻ. ഇതൊരു ഫീൽ ഗുഡ് മൂവി കൂടിയാണ്. ആക്ച്വലി വേൾഡ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മൂവിയാണ് ഷോഷാങ്ക് റിഡംഷൻ. ഷോഷാങ്ക് എന്ന പ്രിസണിലേക്ക് തന്റെ ഭാര്യയെ കൊന്ന കേസിലെ പ്രതിയായി വരുന്ന ഒരു ബാങ്കറാണ് സിനിമയിലെ വൺ ഓഫ് ദ പ്രോട്ടഗോണിസ്റ്റ് ആയ ആൻഡി. ശേഷം ഈ പ്രിസണിൽ റെഡ് എന്നൊരു ഫ്രണ്ടിനെ ആൻഡി പരിചയപ്പെടുകയും ഈ പ്രിസണിൽ സർവൈവ് ചെയ്യുന്നതും പുറത്തേക്ക് എത്താനുള്ള സമയത്തിനായി മോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്നതും ഒക്കെയാണ് സിനിമ പറയുന്ന കഥ. മോർഗൻ ഫ്രീമാനും ടിം റോബിൻസുമാണ് മുഖ്യ വേഷത്തിൽ വരുന്നത്. ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഈ സിനിമ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ ലിസ്റ്റിൽ ഏറ്റവും അവസാനത്തേക്ക് ഇത് വെച്ചത്. ഒരു മോട്ടിവേഷൻ മൂവി എന്നതിലുപരി വേൾഡ് സിനിമയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ലിസ്റ്റിലുള്ള സിനിമയാണത്. തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മേൽ പറഞ്ഞ മോട്ടിവേഷൻ മൂവീസിൽ നിങ്ങൾ കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതല്ല കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.